നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹിന്ദു താന്ത്രിക പരമ്പരയിൽ പറയുന്ന 10 മഹാവിദ്യകളെയാണ് ദശമഹാവിദ്യകൾ എന്ന് പറയുന്നത്. കാളീദേവി, താരാദേവി, ത്രിപുരസുന്ദരി ദേവി, ഭുവനേശ്വരി ദേവി, ചിന്നമസ്താദേവി, ഭൈരവീ ദേവി, തുമാവതി ദേവി, ബംഗ്ലാമുഖി ദേവി, മാതംഗി ദേവി, കമലാദേവി. ഈ ഓരോ ദേവിമാരും ജീവിതത്തിൽ വ്യത്യസ്തമായ ശക്തികളെയും ആശയങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. വാക്കിൻ്റെ ശക്തിയും സംഗീതത്തിൻ്റെ ദൈവികതയും ജ്ഞാനത്തിൻ്റെ രഹസ്യവും ഒരുമിച്ച് ചേരുന്ന ദേവി ആരാണെന്നറിയാമോ? ആ ദേവിയാണ് മാതംഗി ദേവി. മഹാവിദ്യകളിൽ പ്രധാന ദേവതകളിൽ ഒരാളാണ് മാതംഗി ദേവി. ദേവി കലയും ജ്ഞാനവും ആത്മീയ ശക്തിയും പ്രതിനിധീകരിക്കുന്നു. പലരും മാതംഗി ദേവിയെ താന്ത്രിക സരസ്വതി എന്നാണ് വിളിക്കുന്നത്. മാതംഗി ദേവിയുടെ ആരാധനയുടെ പരമമായ ലക്ഷ്യം മറ്റുള്ളവരെ നിയന്ത്രിക്കുക എന്നതല്ല, മറിച്ച് സ്വന്തം മനസ്സിനെയും വാക്കിനെയും ശുദ്ധീകരിക്കലാണ്. വാക്കിൻ്റെ ശക്തി, കല, സംഗീതം, ആത്മീയ ജ്ഞാനം എന്നിവയുടെ ദേവിയായി സാധകർ ആരാധിച്ചു പോരുന്നു. ഈ അധ്യായത്തിൽ മാതംഗി ദേവിയുടെ ഒരു പ്രഭാവശാലിയായ മന്ത്രത്തെ പറഞ്ഞുതരാം. മന്ത്രം ഇതാണ്: മാതംഗേശ്വര മഹർഷി ഋഷി പങ്ക്തി ചന്ദഃ ശ്രീ രാജ മാതംഗേശ്വരി ദേവത. ഓം ഹ്രീം ശ്രീ മാതംഗേ നമഃ. മന്ത്രത്തെ ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം ഹ്രീം ശ്രീ മാതംഗേ നമഃ. ഈ മന്ത്രത്തെ നിത്യവും പ്രാണപ്രതിഷ്ഠ ചെയ്ത രക്തചന്ദനം, രുദ്രാക്ഷം എന്നീ മാലകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് 108 തവണ വീതം ജപിക്കുക. ശാന്തമായ ഒരു സ്ഥാനത്തെ തിരഞ്ഞെടുക്കുക. ഇരിക്കേണ്ട സ്ഥാനവും തിരഞ്ഞെടുക്കേണ്ട സ്ഥാനവും മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിഴക്കോട്ട് നോക്കി വേണം ഇരുന്ന് ജപിക്കേണ്ടത്. മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കുക. അതായത് മറ്റൊരാളെ നിയന്ത്രിക്കാനോ ദോഷപ്പെടുത്താമെന്ന ധാരണ ഒഴിവാക്കുക. മനഃശാന്തിക്കായും ഏകാഗ്രതയ്ക്കായും കല വാക് സാമർഥ്യത്തിനായും ജപിക്കേണ്ട ഒരു ഉത്തമ മന്ത്രമാണ് മാതംഗേശ്വരിയുടെ ഈ മന്ത്രം. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നന്ദി, നമസ്കാരം.